ഹലോ ഗായ്സ്. അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ 13th അഡ്മിറ്റായി. പിന്നെ 14th 15th ഇന്ന് 16th. അപ്പം ഡെലിവറി കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു ഡെലിവറി, എല്ലാം നോർമലായിരുന്നു. പിന്നെ ഇന്നലത്തെ ഒരു സിറ്റുവേഷനിൽ അതല്ല, വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല ഇന്നലെ. ആക്ച്വലി മോർണിംഗ് ഒരു 5 മണിക്ക് 5:30 ഒക്കെ ആയപ്പോൾ തുടങ്ങിയ പെയിനാണ്. ഡെലിവറി കഴിഞ്ഞപ്പോൾ നൈറ്റ് 7:57 8 മണി ആവാനായിരുന്നു. അപ്പം അത്രയും നീണ്ടൊരു ലേബറായിരുന്നു. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിരുന്നു. പക്ഷേ ഡെലിവറി പെയിൻ ഒക്കെ കേൾവി മാത്രമുള്ളൊരു സംഭവം ഞാൻ ഫേസ് ചെയ്തു. നല്ലൊരു അനുഭവം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. ഇന്നലെ ഞാൻ റൂമിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ 11:30 12 ഒക്കെ ആയി. പിന്നെ ഇന്നലെ എല്ലാവരും ആ ഒരു ഇതിലായിരുന്നു. പിന്നെ ഇന്നിപ്പം ഈവനിങ് ആയി. ഈവനിങ് ആണ് ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു കട്ട്സ് എടുക്കാൻ എനിക്ക് പറ്റുന്നത്. കാരണം ഇപ്പോഴാണ് ഒന്ന് നേരെ നിന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അധികം നേരം ഇങ്ങനെ നിൽക്കാൻ വെച്ച ബുദ്ധിമുട്ടുണ്ട്. നോർമലാണെങ്കിലും ചെറിയ ബോഡി പെയിനും പിന്നെ സ്റ്റിച്ചിൻ്റേതായ ചെറിയ ഇതും ഒക്കെ ഉണ്ട്. ഒത്തിരി സ്ട്രെയിൻ എടുത്തതിൻ്റെതായ ഒരു ക്ഷീണവും ഒക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബേബി NICUവിലാണ്. ബേബീനെ ഇന്നലെ ഡെലിവറി കഴിഞ്ഞൊരു കുറച്ച് നേരം ഒരു 5 minutes കണ്ടു. പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. ആൾ NICUവിലാണ്. നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ബ്രീത്തിങ്, വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം ഒബ്സർവേഷനിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇതുവരെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. നാളെ ഇനി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നാളെ റൂമിലേക്ക് വരുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുവാണ്. ബേബീനെ ആർക്കും അങ്ങനെ ഒരുപാട് നേരം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാനൊരു 5 minute കണ്ടു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡെലിവറി റൂമിലെ എക്സ്പീരിയൻസും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടന്റിലുള്ളത് ഉണ്ട് അത്. പക്ഷേ കുറച്ചൊക്കെ ഇനി ബൈറ്റ്സ് എടുത്തു എന്നല്ലാതെ എന്താ പറയുക, ഞാനൊന്നും എടുത്തിട്ടില്ല. എനിക്ക് അന്നേരം അറിയാലോ, അന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് വ്ളോഗ് എടുക്കാനൊന്നും പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നെ ആൽബിസിനായാലും കുറച്ചൊക്കെ കട്ട്സ് ആൽബിസിൻ്റെ ഫോണിലെടുത്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എൻ്റെ ഒരു പെയിനൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിന്നെ നമുക്കിതെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരിക്കില്ല അന്നേരം. അങ്ങനെ അപ്പം ഞാനിപ്പോൾ റൂമിലാണ്. ഞാനുണ്ട്, അമ്മച്ചിയുണ്ട്, മമ്മി പോയി. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ആഷ്നേച്ചി കുറച്ച് മുമ്പ് പോയി. മമ്മി ഇനിയിപ്പോൾ ബേബി ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ വലിയ പണി അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്കും അങ്ങനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. കുഴപ്പമില്ല, ഓക്കെയാണ്. ചെറിയ ഹെൽപ്പൊക്കെ വേണം എന്നേ ഉള്ളൂ. പിന്നെ ബേബി വന്നാലേ വിശേഷങ്ങളേ ഉള്ളൂ പറയാനായിട്ട്. പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. ബേബി വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ടോട്ടൽ 3 days ആണ് ആഫ്റ്റർ ഡെലിവറി നമുക്കിവിടെ അഡ്മിറ്റ് ആവേണ്ടത്. പക്ഷേ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഹോസ്പിറ്റലിലെ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ നഴ്സുമാർ, പിന്നെ എൻ്റെ ഡോക്ടർ മതിജമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പറയുമ്പോൾ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരാൾ അല്ലെങ്കിൽ 2 പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതാണെന്നുള്ളത്. പിന്നെ അത്രയും കണ്ടിന്യൂസ് ആയിട്ടൊരു അത്രയും ടൈം ഞാൻ ലേബർ റൂമിലായിരുന്നു. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മടുത്തു പോയായിരുന്നു. പക്ഷെ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നോർമൽ ഡെലിവറി പോസിബിൾ ആയത്. മാമിൻ്റെയും പിന്നെ ഇവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരുടെയൊക്കെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആൽബിച്ചൻ ത്രൂ ഔട്ട് ലേബർ റൂമിലുണ്ടായിരുന്നു. പെയിൻ തുടങ്ങിയപ്പോൾ തൊട്ടും എൻ്റെ ഡെലിവറി കഴിയുന്നവരെ ആൽബിച്ചൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ പുറത്ത് പോയതാണ്. കാരണം പുള്ളി റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല ആൽബിച്ചന്. പക്ഷെ ഫുൾ ടൈം ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതാണ് ഒന്ന് വീഡിയോ എടുക്കാൻ. പക്ഷെ ആളിവിടെ ഇല്ല.
പറയുമോയെന്ന് എനിക്കറിയില്ല, എക്സ്പീരിയൻസ് ചോദിച്ചാൽ. പക്ഷേ ആൽസിന് ഭയങ്കര ഇമോഷണലായിരുന്നു. പിന്നെ ആ ഒരു നമ്മളനുഭവിക്കുന്ന ഒരു പ്രഷറും പെയിനൊക്കെ കണ്ടു ആൾ നേരിട്ട്. പിന്നെന്താ, പിന്നെ വേറെന്തോ പറയാനുള്ള, ഇതൊക്കെ തന്നെ പറയാനായിട്ടുള്ളൂ. കാരണം എനിക്ക് 2 ദിവസമായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇൻഡ്യൂസ്ഡ് ലേബറായിരുന്നു, പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് എനിക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലാസ്റ്റ് ഡേ ആണെങ്കിലും പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെയും ഓരോ പ്രൊസീജിയറൊക്കെ ഉള്ള കാരണം പെയിൻ അത് കഴിഞ്ഞ് ഞാൻ റൂമിലോട്ടൊക്കെ വന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. അത് കാരണം എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ബേബി വന്ന വിശേഷങ്ങളൊക്കെ പറയാം, ബേബിനെ കാണിക്കാം. ബോയാണ്, അത് ഞാൻ പറഞ്ഞില്ലേ, ബേബി ബോയാണ്. നമുക്കിവിടെ ചെറിയ രീതിയിൽ നമ്മുടെ PRO ശ്രീലക്ഷ്മി ചെറിയൊരു സർപ്രൈസൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും ഇടുന്നുണ്ട്. ഡെലിവറിയുടെ തലേന്ന് വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ എന്തായാലും ആഡ് ചെയ്യും. അപ്പം ഇപ്പോൾ ബോയ് ആയെന്ന് റിവീൽ ചെയ്തുകൊണ്ട് ഗേളിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്കറിയില്ലായിരുന്നു. ബേബി ഷവർ പോലെ ചെറിയ രീതിയിൽ ഗേളിൻ്റെയും ടീം ബോയ് ടീം ഗേൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു സംഭവം. ഇന്നലെ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് വന്ന് ഇന്ന് രാവിലെ റൂം ക്ലീൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഗേളിൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം ബോയിൻ്റെ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെന്താ, അമ്മച്ചി പണിയെടുത്ത് മടുത്ത റെസ്റ്റിലാണ്. രാത്രിയായല്ലേ, 6 മണി. Waiting for the delivery. ഈ വേദന ഇങ്ങനെ പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് പെയിനൊക്കെ കുറയുന്ന സമയത്താണ് ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ എടുക്കുന്നത്. എപ്പോഴും ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ പോകെ ഭയങ്കര കഷ്ടമായിരുന്നു. ഇതൊക്കെ പെയിൻ നല്ലപോലെ ആയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പം ചിരിയും കളിയൊക്കെ ഏകദേശം നിന്നു. ഇതൊക്കെ ആൽബിസിൻ്റെ അടുത്ത ക്ലിപ്സാണ്. കുറച്ച് പുള്ളി എടുത്തിട്ടുള്ളൂ. അമ്മയ്ക്ക് പ്രാണവേന, മോന് വീണവായന എന്ന് പറഞ്ഞ എൻ്റെ കെട്ടിയവൻ ആ പീനട്ട് ബോളൊക്കെ എടുത്തിട്ട് കളിക്കുമായിരുന്നു. മേ ബി എന്നെ റിലാക്സ്ഡ് ആക്കാനായിരിക്കാം. പുള്ളി ഡെലിവറി എങ്ങനെയാണെന്ന് കാണിച്ചു തരുമായിരുന്നു. വായ തുറന്നിരിക്കുന്ന എന്തെളുപ്പമുണ്ട്, 2 ഉരുട്ട് കിട്ടുമ്പോഴത്തേക്ക്. പിന്നീട് അങ്ങോട്ടേക്ക് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പം നമ്മുടെ ബേബീനെ NICU കൊണ്ടുവന്ന, ആക്ച്വലി നെക്സ്റ്റ് ഡേ ഒന്നും നമുക്ക് കിട്ടിയില്ല കുഞ്ഞിനെ. അവൻ NICU തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാത്തിരുന്ന് ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ NICU കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം
ഞാൻ എൻ്റെ കയ്യിലോട്ട് അവനെ ഡെലിവറിക്ക് ശേഷം ഞാൻ എൻ്റെ കയ്യിലോട്ട് തരുന്നത് പിന്നെ ഇപ്പോഴാണ്. ഇടയ്ക്ക് ഞാൻ NIC പോയി കാണാറുണ്ടായിരുന്നു ഇടയ്ക്ക്, പക്ഷേ എൻ്റെ കയ്യിലോട്ട് നമ്മുടെ റൂമിലോട്ട് കിട്ടുന്നത് എപ്പോഴാണ്. അവന് NICന്ന് കൊണ്ടുവന്നെങ്കിൽ അവന് ബിൽറുബിൻ്റെ അളവ് കൂടുതലായത് കാരണം അവന് ഫോട്ടോതെറാപ്പി കിട്ടിയേക്കുവാണ്. ഒരു 24 hours അവന് പിന്നെ ഫോട്ടോതെറാപ്പി ചെയ്യേണ്ടി വന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയൊരു കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ ഈ ഒരു ക്ലീനപ്പ്. ആക്ച്വലി ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഫേസൊക്കെ വല്ലാതെ ആയിട്ടുണ്ടായിരുന്നു. ഈ മാർക്സും കാര്യങ്ങളൊന്നും കൂടാതെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കുറേ ഉറക്കമില്ലായ്കയും പിന്നെ ആ ഒരു എഫേർട്ട് എടുത്തതിൻ്റെയൊക്കെ ഫേസിൽ വല്ലാതെ ഒരു ഭയങ്കര ക്ഷീണമായിരുന്നു ഫേസിൽ. അപ്പോൾ ഈ ക്ലീനപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉന്മേഷം, ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു. നോർമലി ഞാൻ ക്ലീനപ്പ് ചെയ്ത ഒരാളല്ല, പക്ഷെ വാട്ട് എവർ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ക്ലീനപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖത്തിനൊരു ചെറിയൊരു തെളിച്ചം വന്നു. എന്തായാലും ഈ കുത്തിരുന്ന് കാണുന്ന നമ്മുടെ സീരിയലാട്ടോ പവിത്രൻ. അപ്പോൾ കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ ഞാൻ ടിവിയുടെ മുന്നിൽ ഇരുന്നു. കാരണം ഡെലിവറി ഒക്കെ ആയത് കാരണം എനിക്ക് അത്ര എപ്പിസോഡ്സൊക്കെ മിസ്സായി. കറക്റ്റ് വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വിഷമം ഹോസ്പിറ്റലിലിരുന്ന് അന്നത്തെ ഒരു എപ്പിസോഡ് എനിക്ക് കാണാൻ പറ്റി. ബേബീനെ കിട്ടിയിട്ട് ഇന്നാണ് ബേബീനെ ആദ്യമായിട്ട് എടുക്കുന്നത് കേട്ടോ. പേടിയായിരുന്നു, എനിക്ക് പേടിയുണ്ടായിരുന്നു, പിന്നെ നമുക്ക് പിന്നെ എടുക്കാതെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ ആൽബിസിനെ എടുക്കുന്നത് ഇന്നാണ്. കൊച്ച് നിർത്താതെ കരഞ്ഞ്, എനിക്കും വയ്യായിരുന്നു. അമ്മച്ചി നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് തരണം, അമ്മയും അടുത്തു. അങ്ങനെ വേറെ രക്ഷയില്ലാതെ കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ തന്നെ എടുത്തു. ആ എടുത്തതിൻ്റെ ആ ഒരു ഇളക്കാണ് കാണുന്നത്. ആദ്യമായിട്ട് കുഞ്ഞിനെ എടുത്തതിൻ്റെ. ഇവനുണ്ടായ അന്ന് പോലും എടുത്ത് കയ്യിലിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു അഹങ്കാരം മുഖത്തുണ്ട്, എന്തോ വലിയ സംഭവം ചെയ്ത പോലെയുണ്ട്. ഫേഷ്യൽ കൂടാതെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ് ബേബിയുടെ ഒരു ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ നമുക്കവർ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് തരും, ഒരു ഫോട്ടോ. അപ്പം ആ ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ കാണുന്നത്. ആൾ ഭയങ്കര പോസിങ് ഒക്കെയാണ്. എനിക്കറിയില്ല ഇങ്ങനെ ഇതൊക്കെ പഠിച്ചതെന്ന്. ഇനിയിപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോഷൂട്ടേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൊച്ച് വയറ്റിൽ കിടന്ന് പഠിച്ചതെന്ന് തോന്നുന്നു. ബില്ല് കിട്ടിയ സന്തോഷത്തിൽ സീറ്റ്സ് കൊടുക്കാൻ പോകുന്ന കുകിലാൽ ബേബി. ശരി, ബാക്കി എല്ലാവരും ഉണ്ട് വീഡിയോയിൽ. അമൃതേശൻ്റെ മാത്രം അതെന്താ അതെ ഞാൻ ഓർക്കുന്ന മുഖങ്ങൾ. അയ്യോ, ഞാൻ വിചാരിക്കായിരുന്നു എല്ലാവരും ഉണ്ടാവണേന്ന്. ഞങ്ങൾ ഡിസ്ചാർജായി. അങ്ങനെ കിൻഡറിനോട് വിട പറഞ്ഞ് പോകുക. അല്ല, തിരിച്ച് വരും. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. എൻ്റെ ബേബിയായിട്ട് വീട്ടിൽ പോരെ അന്ന് പറഞ്ഞ പിങ്ക് ഡ്രസ്സ് വിട്ടിട്ടാണ് പോണത്. പക്ഷേ നൈറ്റായിപ്പോയി. പകലിങ്ങനെ ഇറങ്ങണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. കുഴപ്പമില്ല, രാത്രി പോവുകയാണ് ബേബിയായിട്ട് വീട്ടിലോട്ട്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചെക്കപ്പിന് വരണം തിരിച്ച് കുഞ്ഞിനായിട്ട്. അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം കഴിഞ്ഞു. വീട്ടിൽ പോവാം.